ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇതെനിക്ക് തന്നത് ലോ ലെവൻ ആക്രമാറ്റമാണ് നടക്കുന്നത്. അങ്ങനെ സുഹേറിൻ്റെ കിടിപിടികൾ പുതിയ 3D പ്രിന്റഡ് സാധനങ്ങൾ ഇങ്ങനെ വന്നോളി. ഇത് തന്നെ വാലക്കാട്ടും ഗൈസ്. അവിടെ കൊള്ളാം കേട്ടോ ഈ സാധനം. താങ്ക് യു സോ മച്ച്. ഇവിടെ എൻ്റെ മറ്റേതാ ഈ ഒരു കീ ചെയിൻ ഇതെല്ലാം ഈ വീട് മൊത്തം ഇവൻ തന്ന 3D പ്രിന്റഡ് സാധനങ്ങളാണ് ഗൈസ്. എന്താ വാലാട്ടുന്ന പൂച്ച ഇവന് എല്ലാവർക്കും കിട്ടി, പല കളറിലെ പൂച്ച. അപ്പോൾ എങ്ങനെ ഗൈസ്, എന്താ zuhiboy.com അല്ലേ, .in അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഇങ്ങനത്തെ പല കലാരൂപങ്ങൾ കാണേണ്ടി വരും. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് എൻ്റെ ഡെസ്കിൽ പോവുകയാണ് ഗൈസ്. ഇഷ്ടംപോലെ ക്യൂട്ട് സാധനങ്ങളുണ്ട് എൻ്റെ ഡെസ്കിൽ. ഇതാണ് ഇത് മൊത്തം ഡെസ്ക് മൊത്തം ഇപ്പം ഏതോ നഴ്സറി കൊച്ചിൻ്റെ ഇതുപോലെ ആയി. വാട്ട് ടു ഡു ഗായ്സ്, നമ്മളിപ്പോഴും പിള്ളേരുടെ മനസ്സാണ്, മനസ്സിലായില്ലേ? എൻ്റെ വീട്ടിൽ പോയാൽ ഹോട്ട് വീൽസ് മറ്റേ അലമാരി തുറന്ന ഹോട്ട് വീൽസിന്റെ ഒരു ചെറിയ ശേഖരണം തന്നെയുണ്ട്. ഒരു കടയിൽ പോലും ഇല്ല അവൻ്റെ വീട്ടിലുള്ള അത്രയ്ക്ക് ഹോട്ട് വീൽസ് അന്ന് കഴിച്ചാൽ. അവൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ അനിമേ, അതോ അവിടെ ഒരു അലമാരി മൊത്തം നിറഞ്ഞിരുന്നുണ്ട് അനിമേ ക്യാരക്ടേഴ്സ്. അവൻ ഫുള്ള് വാങ്ങിച്ച് കൂട്ടായിരുന്നു ഗൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ എല്ലാം ഇപ്പൊ വാങ്ങിച്ചു കേസ്. എന്റേതാണ് ഏറ്റവും ചെറിയ കളക്ഷൻ, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ മേശപ്പുറത്ത് വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കളക്ട് ചെയ്യാത്തത്. ചെറുതാണെങ്കിലും യെസ്, എനിക്ക് ദുബായിൽ നിന്ന് അപ്ഡേറ്റഡ് സാധനങ്ങൾ വന്നോണ്ടിരിക്കും. എന്നാ സെറ്റ് ചെയ്യ്, ചുമ്മാ ചെയ്യ്, സ്ഥലമില്ലേ? ഞാനൊരു ഷെൽഫ് വാങ്ങിച്ചാലോ ആലോചിക്കണം, കൊച്ചു ഷെൽഫ്. അത് എന്റെ വെള്ളമാണ്. ഇതാണ് എന്റെ ബോട്ടിൽ. ഇത് 2.5 ലിറ്റർ ഉണ്ട് കേസ്. പക്ഷേ ഇത് കുടിക്കാനാണ് പാട്. ടെസറാക്ട് ഇതാ നല്ല സൈസാണ്. ഇങ്ങനെ പിടിക്കാം നമുക്ക് ഈ ഒരു സാധനം. പിന്നെ സിപ്പറുണ്ട് മുകളിൽ. അപ്പം നീ അപ്പൊ കാർത്തിക്കിന്റെ സാധനം കണ്ടല്ല, അതൊരുമാതിരി വലിയൊരു കന്നാസാണ് അത്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഞാൻ 2.5 ലിറ്ററാണ് വാങ്ങിച്ചത്. അവന്റെ 4 ലിറ്ററാണ് അവൻ്റെത്. അവനെന്തോ വെള്ളം കുടിക്കുന്ന അസുഖം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര വെള്ളം കുടിയാണ് കാർത്തിക്. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ കുറച്ചൊന്ന് നാളെ പിള്ളേര് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഡിന്നർ അടിക്കാന്നുള്ള പ്ലാൻ ഫാമിലി ആയിട്ട്. മിക്കവാറും എവിടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ലെറ്റ്സ് സീ. വരാം ഗൈസ്. അപ്പോൾ നമ്മൾ പാരഗണി പോവുകയാണ്. വേറെ അപ്പം കാണാം. എന്തായാലും നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്, വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. സുഹേറായിട്ട് നമ്മൾ ഒരു ഫോണിന്റെ റീൽ എടുക്കാൻ പോവുകയാണ്. സുഹേർ റീലൊക്കെ എടുക്കാൻ മറന്നോ ഇല്ലേ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗൈസ്. പണ്ടത്തെ വലിയ എഡിറ്ററാണ് അവനെ കൊണ്ട് ഞാൻ നോക്കട്ടെ, കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ടെസ്റ്റ് ഡോസ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവിടെ ലൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ നേരെ പാരഗണി പോവുകയാണ്. അവിടെ കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ലുലുവിൽ എത്തിയിരിക്കുകയാണ്. ഉമ്മായും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട്. ഷാരു സോനു ഒന്നും എത്തിയിട്ടില്ല. അവരെയൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ അവരൊക്കെ എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളിവിടെ ഈ വാലയെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ പോയി പാരഗണി പോയി വെയിറ്റ് ചെയ്യാം ഗൈസ്. 10 പേർക്കുള്ള സീറ്റ് കണ്ടിട്ടുണ്ട്. അപ്പം ഇവർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കും. അപ്പോൾ ഓൾറെഡി 10 മണിയായി. ഇപ്പോൾ അടയ്ക്കുമെന്നുള്ളൊരു ഡൗട്ടുണ്ട്. എനിവേസ്, പാരഗണി എത്തിയിട്ട് കാണാം ഗൈസ്. ലുലുവിൻ്റെ ഡെക്കറേഷൻസ് നല്ല രസമുണ്ട് ഗൈസ്, ഓണപ്പരിപാടികൾ. അങ്ങനെ ഗൈസ്, നമ്മൾ പാരഗണിൻ്റെ മുമ്പിൽ ഊഴം കാത്ത് കിടക്കുകയാണ്. ഒരു 10-15 പേരുടെ ടേബിൾ പറഞ്ഞേക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മുടെ സൂപ്പ് വന്നിരിക്കുകയാണ്. ഷഹാന വന്നിട്ടുണ്ട്. ബാങ്കോക്കൊക്കെ കറങ്ങിയിട്ട് വന്നേക്കാണ് അവള്. അവർ പോണേൻ്റെ തലേ ദിവസം വന്നേക്കണം, നാണമില്ലാത്തതുകൊണ്ട്. മറ്റവൻ വന്നിട്ടുണ്ട്, ഡോക്ടർ സോനു വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ 2 മാത്രമേ സൂപ്പ് കുടിക്കുന്നുള്ളൂ. ഷാരു അനന്തും ഉണ്ടവയാണ്. അപ്പം അവരും ലാസ്റ്റ് മിനിറ്റാണ് കാണാൻ വരുന്നത്. ഇവള് കാണാൻ വേണ്ടി യാത്ര അയക്കാൻ വേണ്ടി വരുന്നതാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം എല്ലാം വരട്ടെ. ഇറ്റ്സ് ഗുഡ്. ഇഷ്ടപ്പെട്ടോ? അവൾ അപ്രൂവ് ചെയ്യണമെങ്കിൽ ഭയങ്കര സൂപ്പർ സാധനം വയ്ക്കണം ഗൈസ്. ഞാൻ നോക്കട്ടെ. ഈ സൂപ്പ് ക്രീം ഓഫ് ചിക്കനാണ്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അത്ര സൂപ്പർ എന്ന് അവൾ പറഞ്ഞെങ്കിൽ കൊള്ളാം. നല്ല റിച്ച് സൂപ്പ് കഴിച്ചു. കുറച്ച് പെപ്പറാണ്. പെപ്പർ തന്നെ പായും. കുറച്ച് പെപ്പറും കൂടെ ഇട്ടിട്ട് കഴിക്കും. എന്നാലും കഴിച്ചിട്ട് വരാൻ കഴിച്ചാൽ അപ്പോഴേക്കും എല്ലാവരും വരും. സീറ്റ് കുറച്ച് ടൈറ്റാണ്. അപ്പുറത്തെ ടേബിൾ കിട്ടുമെന്ന് നോക്കട്ടെ. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല തിരക്ക് കേട്ടാ കഴിച്ചു. ഓണം ആയതുകൊണ്ടാണ്. പാരഗണൊക്കെ ഫുള്ള്. റോഡിലൊന്നും ഇറങ്ങാൻ പറ്റൂല, മുടിഞ്ഞ ട്രാഫിക്ക്. അപ്പോൾ എന്തായാലും എടപ്പള്ളി ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു തവ ഫിഷ്, ചുട്ട മുളക് മസാല, ഒരു രക്ഷയില്ല കഴിച്ചു. കഴിച്ചുകൊണ്ട് നിന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കിടിലല്ലേ? നല്ല എരിയും പെർഫെക്റ്റ് സാധനം കഴിച്ചു. അത് നമ്മൾ ഓരോന്നായിട്ട് തിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം, കുഞ്ഞിപ്പൊരി,
മീൻ മാങ്ക കറി എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുഡ് അടിയുടെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫുഡ് ഗൈസ്. അതായത് കൺഫ്യൂഷനാണ് എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നേരെ പാരഗണി വരിക, അടിയുക, എല്ലാ സാധനവും കിടിലം. നോ വണ്ടർ ഗൈസ് അവർ ഇത്രയും ഫേമസ് ആയത്. നല്ല ഫുഡ് കേട്ടോ, ഒരു രക്ഷയില്ല. നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ വേറെ ഒരു കടയിലും പോകില്ല ഗൈസ്, പാരഗണിലേ വരാവും. എന്നാലും അനന്തവും ഷാരും വന്നിട്ടില്ല ഗൈസ്. അവരും കൂടെ വന്നിട്ട് കുറച്ച് നേരം കത്തി വെച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. നാളെ ഇവരൊക്കെ പോവേണം, ബിനിയും പിള്ളേരും. അപ്പോൾ അടുത്തിനി എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന അതും കൂടെ ചേർത്തിടാം. അവർ 27-ാം തീയതി ഒക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും കാർത്തിയും വർഷയും വരുമ്പോൾ ഇവർ ഇല്ലായിരിക്കും. അപ്പോൾ അനന്തവും ഷാരും വരട്ടെ ഗൈസ്. സമയനിഷ്ഠയില്ലാത്ത രണ്ടെണ്ണം അത് കളയൂല. അങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ ഷാരി. അങ്ങനെ മിസ്റ്റർ അനന്ത് സിയർ. എന്തോ നിങ്ങൾ എന്തിനു വന്നത്? ആ ബ്ലോക്കിൽ കിടന്ന് തന്നെയല്ലേ? അങ്ങനെ ഗൈസ് ഇത് തന്നെ നമ്മളും പെട്ടതായിരുന്നു. ഒരു മണിക്കൂർ നമ്മളും നിന്നു. അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നില്ല. സോ അവർക്കുള്ള ഫുഡ് നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ലോലിപോപ്പ്, ചപ്പാത്തി എല്ലാം ഉണ്ട്. കഴിച്ചോ. അങ്ങനെ ഗൈസ് ഒഴിഞ്ഞ ലുലു മാൾ. മീ ഡുഡു, ജുജു ആൻഡ് ദ ഹോൾ ഗ്യാങ് ഇസ് കമ്മിങ്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ അടിച്ച് അനങ്ങാൻ വയ്യ. ഇവിടെ നിന്ന് എങ്ങനെയാണ് താഴോട്ട് പോകണം? എല്ലാം അടച്ചല്ല, ലിഫ്റ്റിലേ പോകാറ്റുള്ളൂ കേട്ടാ. ലിഫ്റ്റിൽ താഴോട്ട് പോകാം ഗൈസ്. എന്തായാലും താഴെ വണ്ടിയിലവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. ടാറ്റ. ബൈ 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 കൂട്ടാണ്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ. നാളെ ഇവളെ എയർപോർട്ടിൽ കൊണ്ടുപോകുന്ന സാധനം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഈ ഒരു വ്ലോഗ് തീരത്തുള്ളൂ. സോ ഗുഡ് നൈറ്റ് ഗൈസ്. സീ യു ടുമോറോ മോർണിംഗ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ കുരുമണികളെയും ബിനിയെയും വിടാൻ പോവുകയാണ്. കഴിഞ്ഞ് വെക്കേഷൻ ഈസ് ഓവർ. ഇനിയിപ്പോൾ രണ്ടിൻ്റെ സ്കൂളും തുറക്കും, ബിനിയുടെ ഓഫീസും സ്റ്റാർട്ട് ചെയ്യും. ഇവരൊക്കെ ബിനിയിപ്പോൾ ബിസി ആയും ഗൈസ്. അപ്പം അങ്ങനെ 2-3 മാസമല്ലേ വന്നിട്ട്. ജൂണിലെന്തോ ഒന്നാണ് ഗൈസ്. എനിക്ക് വയ്യ. നിങ്ങൾ മിസ് ചെയ്യോ സനിമാമയെ? ഡുഡു നീ മിസ് ചെയ്യോടി? രണ്ടെണ്ണം അവിടെ ചെന്ന് ഒരു ഫോൺ അഡിക്ഷനെ കുറച്ച് കൂടി വരികയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. സോഷ്യൽ ലൈഫ് ആണല്ല. അപ്പോൾ എന്തായാലും ഇവരെ കൊണ്ട് എയർപോർട്ടിൽ വിടാൻ പോകണം ഗൈസ്. അവിടെ എത്തിയിട്ട് കാണാം. അവിടെ ഇട്ടു. ഡ്രൈവ് സേഫ് എന്ന്. ഹാവ് എ സേഫ് ജേർണി. നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം കേട്ടാ. വിൽ സീ യു സൂൺ. മിനി ബൈ. ഹാവ് എ സേഫ് ജേർണി. അപ്പോൾ ജുജു സീ യു സൂൺ. ബൈ. മിസ് മീ. മിസ് ചെയ്യോ? ഓടിക്കോ. ബൈ. അപ്പോൾ ശരി ഗൈസ്, വരാം. അങ്ങനെ ഗൈസ് അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെത്തി. പിള്ളേരും ബിനിയും ഇന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് വീടെന്തായാലും ഇന്ന് ഉറങ്ങും. പിള്ളേരുണ്ടായിരുന്നപ്പോൾ ഒരു അനക്കവും എനിക്കും ഒരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇല്ലാതായിരിക്കും. അവർ ഇനിയിപ്പം 31-ാം തീയതിയോ അടുത്ത മാസം എന്താണ് അവരുടെ സ്കൂളൊക്കെ തുറക്കുന്നത്. പുതിയ സ്കൂളാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇവർക്ക് ആ ഒരു കുറച്ച് ഫ്രീഡം കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനിയുള്ളത് കുറച്ച് അമേരിക്കൻ സ്കൂളായതുകൊണ്ട് അത്യാവശ്യം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ പുതിയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. അത്യാവശ്യം നല്ലൊരു വെക്കേഷനൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവർ പോവാണ് ഗൈസ്. അപ്പം ലെറ്റ്സ് സീ, വിഷിംഗ് ദം ഓൾ ദ ബെസ്റ്റ്. പുതിയ ഒരു സ്കൂളും അടുത്ത ക്ലാസ്സിലോട്ടുള്ള പരിപാടികളും എന്തായാലും അവർ അടിച്ചു പൊളിക്കട്ടെ ഗൈസ്. ഞാൻ അടുത്ത മാസം കുറച്ചൊരു ട്രാവൽ സെറ്റപ്പിൽ ചെയ്യാമെന്നുള്ള പ്ലാനിലൊക്കെ ഇരിക്കുകയാണ്. കണ്ടറിയാം ഗൈസ്. സോളോ ട്രാവലാണ് എൻ്റെ മനസ്സിലുള്ളത്. ആദ്യം നമ്മളെ നാട്ടിലൊക്കെ തന്നെ കുറച്ചൊന്ന് കറങ്ങാം എന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഹെൽത്ത് നോക്കണം, കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. എല്ലാം ഷറപടേന്ന് ചെയ്യണം. ചിലപ്പോൾ ഞാൻ വ്ളോഗ്സിൻ്റെ നമ്പർ കുറേയായിരിക്കും, പക്ഷേ മാക്സിമം ആക്റ്റീവ് ആവാൻ നോക്കാം. പിന്നെ 31-ാം തീയതി ഷാസ് പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ അതുവരെ എന്തായാലും നല്ല ബിസിയാണ് ഗൈസ്. അത്യാവശ്യം അവൻ്റെ കൂടെ മറ്റേ ടോക്സിക് കാണാൻ പോകണം. പിന്നെ 2-3 ഷൂട്ടുണ്ട് ഫോണിൻ്റെ. കുറേ പുതിയ ഫോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ആൻഡ് അതിൻ്റെ എന്താ പറയുമല്ലോ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ എടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നിനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പം ബിനിയൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത വർഷമേ വരത്തുള്ളൂ, അവളും പിള്ളേരും. അപ്പോൾ ഇനി കാണാൻ പോകണമെങ്കിൽ ഖത്തറിൽ പോയി ഞാൻ കാണേണ്ടി വരും. അതെന്തായാലും അടുത്ത വർഷം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ വർഷം ലാസ്റ്റ് നമുക്ക് നോക്കാം. ഒരു ഖത്തർ ട്രിപ്പ് അടിക്കാം. അവർ ചിലപ്പം എബ്രോഡ് എവിടെയെങ്കിലും പോകാനുള്ള പ്ലാനാണ്. അതിനോട് അടുപ്പിച്ച് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഖത്തറിൽ പോകാം ഗൈസ്. എന്നിട്ട് നമുക്ക് അവരവിടെ പോയി കാണാം. അതാണ് എൻ്റെ പ്ലാൻ. ലെറ്റ്സ് സീ. എനിവേസ് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം. ടേക്ക് കെയർ. ലവ് യു ഓൾ ഗൈസ്. ബൈ.